الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. പരിശുദ്ധ ഖുർആനിലെ ഏതാനും ആയത്തുകൾ ഓതാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഭാഗ്യമാണ്. അതും അർത്ഥം മനസ്സിലാക്കി നമ്മൾ പഠിച്ച ആയത്തുകൾ ആകുമ്പോൾ അത് കൂടുതൽ നമ്മെ സ്വാധീനിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പാരായണം ചെയ്ത ആയത്തുകൾ നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമുക്ക് നമ്മുടെ ആയുസ്സിൽ അല്ലാഹു ഒരു അവസരം കൂടി നൽകിയിരിക്കുകയാണ്. ഈ അവസരങ്ങളാണ് മരണത്തിന് ശേഷമുള്ള നമ്മുടെ പദവിയെ തീരുമാനിക്കുന്നത്. പരിശുദ്ധ ഖുർആനുമായി ഒരാൾക്ക് എത്രമാത്രം ബന്ധമുണ്ടോ അതിനനുസരിച്ചാണ് ഒരാളുടെ മരണത്തിന് ശേഷം അയാളുടെ സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കൽ തീരുമാനിക്കപ്പെടുക. സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് റബ്ബിനെ കാണുന്ന ഒരു രംഗം പറയുന്നുണ്ട്. ഒരുപാട് കാലം നമ്മൾ കേട്ട ഒരു ശബ്ദം, ഒരുപാട് കാലം നമ്മൾ കേട്ട ഒരു ശബ്ദത്തിന്റെ ഉടമയെ കാണാൻ ആഗ്രഹം ഉണ്ടാകും. അപ്പൊ അത് ആ ശബ്ദം കേൾക്കുന്നത് ഇഷ്ടമല്ലാത്ത, കേൾക്കാൻ സമയം കണ്ടെത്താത്ത, കേൾക്കുന്നത് താല്പര്യത്തോടെ അല്പസമയം മാറ്റി വെക്കാത്ത ആർക്കും ആ ശബ്ദത്തിന്റെ ഉടമയെ കാണാൻ കഴിയില്ല. അല്ലാഹു പറയുന്നുണ്ട്, വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ചില മുഖങ്ങൾ അന്നേ ദിവസം വളരെ പ്രസന്നമായിരിക്കും. സന്തോഷം കൊണ്ട് അവരുടെ മുഖം ആകെ വെട്ടിത്തിളങ്ങുന്നുണ്ടാകും. എന്താ കാരണം? ഇലാ റബ്ബിഹാ നാദിറ. അവരുടെ റബ്ബിലേക്ക് അവരുടെ ദൃഷ്ടി തിരിഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാല് അവരുടെ റബ്ബിനെ കാണാൻ വേണ്ടി, അല്ലാഹുവിനെ കാണാൻ അവരുടെ കണ്ണുകൾ അങ്ങോട്ട് ദൃഷ്ടി തിരിച്ചു വെച്ചിരിക്കും. അപ്പം അല്ലാഹുവിനെ കാണാൻ വേണ്ടിയിട്ട് കാണാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു രംഗമാണത്. അങ്ങോട്ട് നോക്കിക്കോളൂ, അല്ലാഹുവിനെ കാണാം. അതാണ് വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ഇവരെ റബ്ബിനെ കാണാൻ പോവുകയാണ്. അപ്പൊ അവരുടെ മുഖമാകെ സന്തോഷമായിരിക്കും. അപ്പൊ സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു തആല ഇത് പറയുമ്പോൾ പ്രതിപാദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ഖുർആൻ ഇറക്കി കൊടുക്കുമ്പോൾ നബി ഇതിങ്ങനെ കേട്ട്, നബി അത് പഠിച്ച് കാണാതെ പഠിക്കാൻ വേണ്ടി നബി ശ്രമിച്ച് വീണ്ടും 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 ആവർത്തിച്ചത് ചൊല്ലി പഠിച്ചത് മറന്നുപോകുമോന്ന് നബിക്ക് പേടി. കാരണം അടുത്ത വരവിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത വരവിൽ അതിനെ മുമ്പ് പഠിപ്പിച്ചത് ഓതി കൊടുക്കണം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോഴാണ് വരിക എന്ന് നബിക്ക് അറിയില്ല. ഞാൻ വരേണ്ടമായി 2 ആഴ്ച കൂടുമ്പോഴല്ല ജിബ്രീൽ വരിക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിലപ്പോൾ എന്താന്ന് വെച്ചാല് രാവിലെ വന്നാലും വൈകുന്നേരം വരും. അപ്പൊ ഈ രാവിലെ ഓതി കൊടുത്ത ആയത്ത് നബി വൈകുന്നേരം ഓതി കൊടുക്കണം. അപ്പൊ എനിക്ക് ബേജാറാണ്, ടെൻഷനാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ മൈലല്ല. കാരണം ഇങ്ങനത്തെ ഒരു ഖുർആനല്ലേ ഇറങ്ങണത്. അപ്പം ആ ഇറങ്ങുന്ന ആയത്ത് ഖുർആൻ ഇതേപോലെ ലൗഹുൽ മഹ്ഫൂദിലുണ്ട്, ഫാത്തിഹ മുതൽ നാസ് വരെ. പക്ഷെ ഇറങ്ങുന്നത് ആ ഓർഡറിലല്ല. ലൗഹുൽ മഹ്ഫൂദിൽ ഖുർആൻ ഫാത്തിഹ മുതൽ നാസ് വരെ ഉണ്ട്. അത് ഓൾറെഡി അങ്ങനെ തന്നെ ഉള്ളത്. കിതാബ് ഖുർആൻ അങ്ങനെ തന്നെ ഉള്ളത്. പക്ഷെ അത് ഇറങ്ങുന്നത് പല സന്ദർഭങ്ങളിൽ പല ഘട്ടത്തിലായിട്ടാണ്. അപ്പൊ നബിക്ക് അതുകൂടി ഓർത്ത് വെക്കണം. ഇങ്ങനെ ഇഖ്റ ബിസ്മി ഇറങ്ങുമ്പോൾ ഇഖ്റ ബിസ്മി അല്ല ആദ്യം. നമ്മൾ എത്രാമത്തെ സൂറത്താണ്?
അതിൽ ആദ്യത്തെ ഫുള്ളായിട്ട് ഇറങ്ങുന്നില്ല, ആദ്യത്തെ കുറച്ച് ആയത്തെ ഇറങ്ങുള്ളൂ, പിന്നെ ബാക്കി വേറെ സമയത്താണ് ഇറങ്ങുന്നത്. അപ്പൊ ഇതൊക്കെ ആ ഓർഡറോട് കൂടി എന്ത് ചെയ്യണം, വിശ്വദാരിസിനിമ പഠിച്ചു വെക്കണം. നമ്മളെ മാതിരിയല്ല, ആ ഓർഡർ അടക്കം നീ മനസ്സിലാക്കി വെക്കണം. അതോടൊപ്പം തന്നെ എങ്ങനെയാണോ ജിബ്രീൽ ഓതി കൊടുക്കുന്നത് അതേമാതിരി ഓതണം, അതേമാതിരിയായിട്ട് ഓതണം. അത് അങ്ങോട്ട് പിന്നെ തോന്നിയമായി ഓതാൻ പറ്റൂല. മണിക്കൂരടുത്ത് മണിക്കാൻ പാടില്ലാത്തത് അങ്ങനെ മിനിറ്റടുത്ത് മിനിറ്റൊക്കെ അങ്ങനത്തെ തന്നെ ഓതാം. അപ്പൊ അള്ളാഹ് പറഞ്ഞു ഞാനീ പറഞ്ഞ അള്ളാഹെ കാണുന്ന രംഗം പറഞ്ഞ സൂറത്തിലാണത്. ഈ നാവുകടിച്ച് ധൃതി കാണിക്കേണ്ട നബിയെ കാണാതെ പഠിക്കാൻ ആൾക്കാർക്ക് അറിയാം, ധൃതി കൂടും. ഖുർആൻ കാണാതെ പഠിച്ചു നോക്കിയാണെങ്കിൽ ഒരു സൂറത്തോ ഒരു ആയത്തൊക്കെ കാണാതെ പഠിച്ചു നോക്കിയാൽ ഊതനമായില്ല, അത് പഠിക്കുമ്പോൾ ധൃതി കൂടും. കാണാതെ പഠിക്കാൻ നമ്മളിലേക്ക് ഇങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സാവകാശങ്ങൾ സ്പീഡിൽ ഓടും. എത്ര നീട്ടി പതുക്കെ ഓതുന്ന കാര്യമാണെങ്കിലും കാണാതെ പഠിക്കുമ്പോൾ സ്പീഡിലാണ് ഓടുക. അപ്പൊ നബിക്ക് അത് വ്യത്യസ്തമാക്കാൻ നബി ഇങ്ങനെ ധൃതിയിൽ ഇങ്ങനെ നാവിട്ടിരിക്കുകയാണ്. നമ്മുടെ മേൽ ബാധ്യതയാണ് ഇത് ജംഅ് ചെയ്യലും ഇത് നബിയെ താങ്കൾക്ക് ഓതിത്തരലും. അവിടെ ഖുർആൻ പറഞ്ഞാൽ ഈ ഖുർആൻ നല്ല അർത്ഥം. അവിടെ ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം എന്നാണ് അർത്ഥം, പാരായണം എന്നാണ്, അല്ലാതെ നമ്മൾ ഈ ഖുർആൻ നല്ല അർത്ഥം. ഇന്ന അലൈന ജംഅഹു വ ഖുർആന, അത് ഈ ഖുർആൻ ജംഅ് ചെയ്യലും അഥവാ നേരത്തെ പറഞ്ഞ അതിനെ ആ ഓർഡറിലാക്കലും അത് ഇത് ഓതിത്തരലും നമ്മളെ മേൽ ബാധ്യതയാണ്. ഇതാ ഖുർആന ഇതാ ഖുർആന നാം അത് ഓതിത്തരുമ്പോൾ ഖുർആന അതിന്റെ പാരായണം അതേപോലെ പിൻപറ്റി. അവിടെ ഈ ഖുർആൻ ഈ ഖുർആനല്ല, പാരായണം നടത്തണം. രണ്ട് ഖുർആനും പാരായണം നടത്തണം. അപ്പൊ ഈ ഖുർആൻ ഈ പാരായണം, ഖുർആനിന്റെ പാരായണം ഓതി തരുമ്പോൾ അത് അതേപോലെ പിൻപറ്റുക. എന്താ പറയുക, അത് എങ്ങനെയാണോ ഓതുന്നത് അതേമാതിരി ഓതണം. അപ്പം ഇത് ഈ ഒരു വിഷയമാണ് അല്ലാഹു തആല ആ സൂറത്തിൽ ഖുർആനായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. ഖുർആൻ പഠിക്കാനുള്ള താല്പര്യം, ഖുർആൻ വ്യത്യസ്തമാക്കാനുള്ള താല്പര്യം, അങ്ങനെ ആ ഖുർആൻ ആവർത്തിച്ച് കേൾക്കാനുള്ള ഇഷ്ടം, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് നാളെ പരലോകത്താരെ കാണാൻ കഴിയുക. അപ്പം അള്ളാഹിന്റെ ഇത് അള്ളാഹുവിന്റെ ശബ്ദമാണ്, അള്ളാഹുവിന്റെ വോയിസാണ്, അള്ളാഹിന്റെ കലാമാണ്. ഇത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക്, ഇതിന് സമയം കണ്ടെത്താത്ത ഒരാൾക്ക്, ഇതിന്റെ മുന്നിൽ എത്ര ഇരുന്നാലും പോരി തീരാത്ത ഒരാൾക്ക്, അയാൾക്ക് ആരെ കാണാൻ പറ്റുള്ളൂ? അള്ളാഹിനെ കാണാൻ പറ്റുള്ളൂ. അതാണ് ഉജൂദ് യോഗ ഇത് നാദിറ യാ റബ്ബിഹ നാദിറ എന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ദുനിയാവിൽ നോക്കി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ എത്ര സമയം സംസാരിക്കും, അയാളെ ശബ്ദം കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്, അയാളെ കൂടെ ഇരിക്കാൻ ഇഷ്ടമാണ്, എത്ര സമയം നമ്മൾ സംസാരിക്കും. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ അയാളെ സാന്നിധ്യം ഇഷ്ടപ്പെടും, കാണുന്നത് ഇഷ്ടമായിരിക്കും, അത് ശബ്ദം കേൾക്കുന്നത് ഇഷ്ടമായിരിക്കും. അപ്പോൾ ശബ്ദം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക്, സംസാരം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഉറപ്പായിട്ടും ആ ശബ്ദത്തിന്റെ ഉടനെയും ഇഷ്ടമുണ്ടാവില്ല, അത് ഉറപ്പാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ ഇപ്പൊ ഈ ഓതിയ ആയത്തുകള് നമ്മളത് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി പഠിച്ച ആയത്തുകളാണ് ഇപ്പൊ നമ്മൾ ഈ ഓതിയത്. അപ്പൊ ഇത് ഓതുന്നത് അള്ളാഹിന് ഭയങ്കര ഇഷ്ടമാണ്, അള്ളാഹു കൊണ്ട് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഖുർആൻ പഠിക്കുന്നതിനെ മുന്നിൽ ഇരിക്കാൻ കിട്ടുന്ന ഒരു സദസ്സും ഒരു സന്ദർഭവും നമ്മൾ ഒഴിവാക്കരുത് ജീവിതത്തിൽ. ഒരു സന്ദർഭം നമ്മൾ സഹോദരങ്ങളെ, നമ്മൾ എത്ര തിരക്കുള്ള ആളുകളാണ്, എത്ര നമുക്ക് തിരക്കുണ്ടെങ്കിലും ശരി, നമുക്ക് എന്ത് കാരണങ്ങൾ പറയാണ്ടെങ്കിലും ശരി, നാടും കുടുംബവും എന്ത് പറയാണ്ടെങ്കിലും ശരി, കച്ചവടവും ബിസിനസ്സും എന്ത് പറയാണ്ടെങ്കിലും ശരി, അതൊക്കെ വിട്ടേച്ച് നമുക്ക് യാത്രയല്ലേ. അപ്പൊ നമ്മൾ കൊടുക്കാൻ പോണത് അപ്പൊ കുടുംബത്തിലേക്കല്ലല്ലോ നമ്മൾ പോണത്, അല്ലെ? രാജ്യത്തെ തോസിയത്തെ ഒരാളില്ല അതിലേക്ക് തീർച്ചയാവും നമ്മൾ പോണത് കൊടുക്കാണ്. പിന്നാലില്ലായി റബ്ബിന്റെ അടുക്കിലേക്കാണ് നമ്മൾ പോണത്, റബ്ബിന്റെ അടുക്കിലേക്കാണ് പോണത്. അപ്പൊ നമ്മുടെ കുടുംബത്തിലേക്കോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കോ കച്ചവട സ്ഥാപനത്തിലേക്കോ ഒന്നുമല്ല നമ്മൾ പോണത്, റബ്ബിന്റെ അടുക്കിലേക്കാണ്. നമ്മൾ ഈ ഒരു ഓർമ്മ ഏത് സമയത്ത് നമുക്ക് വേണം. അതുകൊണ്ട് ഖുർആനിന്റെ മുന്നിൽ ഇരിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളും സമയങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കരുത്. പ്രത്യേകിച്ച് പഠിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ, തദബ്ബുർ ചെയ്യാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ. അപ്പൊ തദബ്ബുർ ചെയ്യാൻ കിട്ടുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹമുണ്ടാകും, നമുക്ക് നമ്മുടെ കാതും നമ്മുടെ കണ്ണും ഹൃദയവും ഒക്കെ എല്ലാം ഇതിനെ സാക്ഷിയാക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചു വരുന്നത്, ഞാൻ ആമുഖമായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ,
ഇപ്പൊ നമ്മള് സൂറത്ത് സുമറിലെ 39-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് 40-ാമത്തെ ആയത്തിന്റെ അർത്ഥമാണ് പഠിക്കേണ്ടത്. അപ്പൊ 39-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഒരു വലിയ അറിവ് നൽകി കൊടുത്തതിനു ശേഷം ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ കാര്യം. 38-ാമത്തെ ആയത്തും 39-ാമത്തെ ആയത്തും തമ്മിലുള്ള കണക്ഷനാണ് ഞാൻ പറഞ്ഞത്. തഫ്സീറാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിക്കണം. അതായത് 38-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല കൊടുത്തത് ഒരു വലിയ തിരിച്ചറിവാണ്. എങ്ങനെ? ഒരു മനുഷ്യന്റെ അഖീദയുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വലിയ തിരിച്ചറിവാണ് 38-ാമത്തെ ആയത്ത്. നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലൂടെയാണ് അത് തദബ്ബുർ ചെയ്ത് പഠിച്ചത്. അതൊരു ചോദ്യവും ഒരു ഉത്തരവും ഒക്കെ ആ ആയത്ത് പരിശോധിക്കണം. പണ്ഡിതന്മാർ പറയാണ്, ശ്രദ്ധിക്കണം, പണ്ഡിതന്മാർ തഫ്സീറിൽ പറയാണ്, നമ്മൾ പഠിച്ച 38-ാമത്തെ ആയത്തിന്റെ അത് ഒരു കലാലയത്തെ പോലെയാണ്, ഒരു സ്കൂൾ ക്ലാസ് റൂം പോലെയാണ്. ഒരു ക്ലാസ് റൂമിൽ എന്തൊക്കെ നടക്കുക? ഒരു ക്ലാസ് ഈ 39-ാമത്തെ ആയത്തിൽ അവസാനത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞത്. ഒരു ക്ലാസ് റൂമിൽ എന്തൊക്കെ നടക്കുക? ഇപ്പൊ ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ബോർഡ് കണ്ടു, ആ ബോർഡ് അയാൾ വായിച്ചു. അപ്പൊ അയാൾക്ക് അതിൽ ഒരു അറിവ് കിട്ടി. ഒരാൾ ഒരു പത്രത്തിൽ ഒരു നോട്ടീസ് കിട്ടി, ലഘുലേഖ കിട്ടി. ആ ലഘുലേഖ അയാൾ വായിച്ചു, അയാൾക്ക് അതിൽ നിന്ന് ഒരു അറിവ് കിട്ടി. ഒരാൾ ഒരു പ്രസംഗം കേട്ടു, പുസ്തകം കേട്ടു, അതിൽ നിന്ന് അയാൾക്ക് ഒരു അറിവ് കിട്ടി. എന്നാൽ ഇതിനേക്കാളൊക്കെ ഒരു ക്ലാസ് റൂം, ഒരു കുട്ടി ഒരു ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഒരു അധ്യാപകന്റെ മുന്നിൽ ഇരുന്ന് പഠിക്കുന്നതിന്റെ വ്യത്യാസം എന്താണ്? അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരങ്ങൾ പറയുന്നു, സംശയങ്ങൾ തീർക്കുന്നു. ഇതൊക്കെയാണ് ഒരു ക്ലാസ് റൂമിലെ പഠനം, അല്ലെ? ഒരു ലഘുലേഖ കിട്ടി വായിക്കുന്നത് ഒരു അറിവാണ്, ഒരു ബോർഡ് നോക്കി അത് മനസ്സിലാക്കുന്നത് ഒരു അറിവാണ്. പക്ഷെ ഒരു ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്നത് അറിവ് മാത്രമല്ല, ഒരു വലിയ തിരിച്ചറിവാണ്. ഈ ആയത്ത് അങ്ങനെയാണ് അത്ര. കാരണം കുറെ ചോദ്യങ്ങളും കുറെ ഉത്തരങ്ങളും കുറെ സംശയങ്ങളൊക്കെ തീർക്കുകയാണ് 38-ാമത്തെ ആയത്ത്. നമ്മൾ പഠിച്ച ആയത്ത്, ആ ആയത്ത് വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. പണ്ഡിതന്മാർ പറയാണ്, എത്ര മനോഹരമായിട്ടാണ് ഇത് തഫ്സീർ ചെയ്യുന്നത്. അതായത് ഒരു അധ്യാപകനെ, പ്രവർത്തന സ്കൂൾ പഠിച്ച ആൾക്കാരാണ്, ഒരു അധ്യാപകർ ഒരു ക്ലാസ് റൂമിൽ വന്നാൽ ആദ്യം എന്താ ചെയ്യുക? ഒരു അധ്യാപകർ ക്ലാസ് റൂമിൽ വന്നാൽ ആദ്യം കുട്ടികളോട് ചോദ്യം ചോദിക്കും. ഫസ്റ്റ് തന്നെ ചോദിക്കുക. ഏതാ ചോദിക്കുക? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് ചോദ്യം. അത് ആദ്യത്തിലാ ചോദിക്കുക. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ നേരെ വന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ അധ്യാപകനെ ഒന്നിനും പറ്റില്ല. അതൊരു കോളേജ് ലെക്ചറിങ് മാത്രമാണ്. അതേ സമയത്ത് പഠിപ്പിക്കുന്ന ഒരു സന്ദർഭം, അങ്ങനെ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കലൊക്കെ പോയി, അത് പഠിക്കാനേ ഉള്ളൂ. കാരണം കോളേജിൽ എത്തിക്കുന്ന ഒരു ഗൈഡ് മാത്രമാണ്, ഒരു സൂചനകൾ കൊടുക്കൽ മാത്രമാണ്. അതേ സമയത്ത് ഒരു സ്കൂൾ സംവിധാനത്തിൽ ചോദിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകൻ ആദ്യം എന്ത് ചെയ്യും? എന്നിട്ട് ചോദിക്കും. ഒന്നത്. രണ്ടാമത്തത്, ഇനി ഒരു പുതിയ പാഠെടുക്കാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ കുറെ ചോദ്യങ്ങളാണ് അധ്യാപകർ ചോദിക്കുക. അത് ടീച്ചിങ് മെത്തേഡ് അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതൊരു ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കും കുട്ടികളോട്. അങ്ങനെ ആ ചോദ്യങ്ങൾ കുട്ടികൾ പല അഭിപ്രായങ്ങൾ പറയും. അതോടുകൂടി കുട്ടികൾ ഉഷാറാവും. അതിന് അറബിയിൽ തഹ്ലീൽ തംഹീദ് എന്നാ പറയാ. എന്താ പറഞ്ഞാൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക, ക്ലാസ് ശ്രദ്ധിക്കാൻ അവര് ദറസ് എന്നാ പറയാ. ഇത് കുട്ടികൾ ഈ പാഠം സ്വീകരിക്കാൻ വേണ്ടി കുട്ടികളൊക്കെ തയ്യാറായി. എല്ലാവരും പല അധ്യാപകർ വന്നിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും സജീവായി. ഒരാളുടെ ഉത്തരം, വേറൊരാളുടെ ഉത്തരം, മറ്റൊരാളുടെ ഉത്തരം, അങ്ങനെ ക്ലാസ്സിന്റെ സജീവായി. എല്ലാവരും ആ വിഷയത്തിലേക്ക് വന്നു. ഈ ആയത്തിൽ ഒരു ക്ലാസ് റൂമെന്നാണ് പറഞ്ഞത്. നീ അവരോട് ചോദിച്ചാൽ, ആ ചോദ്യം ഒരു അധ്യാപകന്റെ ചോദ്യമാണ്. ആ ചോദ്യം നോക്കിക്കൾ. ഒരു അധ്യാപകൻ ചോദ്യം ക്ലാസ്സിലേക്ക് വന്നാൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ് ചോദിക്കുക. അപ്പൊ അത് ചോദിക്കുക സമാവാത്തി വരാം. അപ്പൊ ആ ചോദ്യം ഒരു സമൂഹത്തോടാണ്. ആ സമൂഹത്തെ ഒരു ക്ലാസ് റൂമായിട്ട് ചിത്രീകരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞിട്ട് എന്തായിരുന്നു? അള്ളാഹു ആണ് എന്നാണ്. ആ സദസ്സിലുള്ള മുഴുവൻ ആൾക്കാർ എന്താ പറയുക? അങ്ങനെയാണ് ഈ ആയത്തെ 38-ാമത്തെ തുടങ്ങുന്നത്. അതിനുശേഷം പിന്നീട് വീണ്ടും ഇങ്ങനെയാണെങ്കിൽ പോലും എന്നിട്ട് എന്താണ്
അത് ഈ ആയത്തിന്റെ വലുപ്പം പറഞ്ഞു. എന്നിട്ട് എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ടും നിങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ. അതൊക്കെ എത്ര ചോദ്യചിഹ്നങ്ങളാണ് ഈ ആയത്തിലുള്ളത് അറിയുന്നത്? ഈ ആയത്തിന്റെ പ്രത്യേകത ഇത്രയും ചോദ്യചിഹ്നങ്ങളാണ്. ആദ്യം ചോദ്യം പറഞ്ഞു, പിന്നെ ഈ വേറെ ചോദ്യം പറഞ്ഞു, പിന്നീട് വേറെ ചോദ്യം പറഞ്ഞു. ഇങ്ങനെ ചോദിച്ചതിന് ശേഷം അധ്യാപകൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉത്തരം, ഒറിജിനൽ ഉത്തരം കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം പറയുന്നു, എന്നിട്ട് അള്ളാഹുവിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ട് അതിന്റെ ഉത്തരം ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിട്ടും ഒരാൾക്ക് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ഒരു ക്ലാസ് റൂമിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ അള്ളാഹു ഒരു ആയത, അതുകൊണ്ടാണ് ആ ഒരു ആയത്ത് ഒരു ദർസാണ് എന്ന് പറയാൻ കാരണം, പണ്ഡിതന്മാർ വിശദീകരിക്കാനുള്ള കാരണം. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ പിന്നെ പറയാ തോന്നിയാണു അലാമക്കാലത്തേക്കും ഇനി ആമിലും നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കുക, ഞാനും ചിലത് ചെയ്യും എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. ഇനി ലോകത്തെ ശ്രദ്ധിക്കാം. ലോകത്തെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയ തലമുറകളെ, ആ തലമുറകളെ ഒരു വ്യത്യസ്ത ക്ലാസ്സുകളായിട്ട് സങ്കല്പിക്കുക. ആ ഓരോ സമൂഹത്തെയും ഓരോ വ്യത്യസ്ത, അവർക്കൊക്കെയും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് കൊടുത്തത്. ഇപ്പൊ ശുഐബ് നബിയുടെ സമൂഹം, അവർക്ക് ബിസിനസ് ചെയ്യുന്ന ഒരു വിഷയം, കച്ചവടം ചെയ്യുന്നവരുടെ വിഷയം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് അതാണ്. നമ്മള് കച്ചവടത്തിന്റെ ടെക്നിക്കും കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന ഒരു വോയിസാണ് ക്ലാസ് അത് വിചാരിച്ചു തുടങ്ങി. ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സമൂഹത്തിലേക്കും അല്ലാഹു തആല ഓരോ വിഷയങ്ങൾ പഠിപ്പിച്ചു, അവർക്ക് തകരാറുകൾ ഉൾപ്പെടുത്തി കൊടുത്തു. എന്നിട്ടും അത് ഒരു ഗുരുനാഥനെ അവർ പറഞ്ഞേക്കാണ്. ഒരു സമൂഹത്തിലേക്ക് അല്ലാഹു ആരെ പറഞ്ഞേക്കുന്നത്? ഒരു ഗുരുനാഥനെ പറഞ്ഞേക്കാണ്. കാരണം യുഅല്ലിമുഹുൽ കിതാബ, ആ ഗുരുനാഥനാകുന്ന പ്രവാചകൻ ചെയ്ത് പഠിപ്പിക്കുകയാണ്. ആ ഗുരുനാഥൻ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരെ കുറിച്ച് എന്താ പറഞ്ഞത്? അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അതാണ്. കാരണം അവർ വഴിവെച്ചവരാണ്. ഇത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അല്ലാഹു ചെയ്യുന്നത്, അവരെ സംസ്കരിക്കുന്നത്. അങ്ങനെ ആ പ്രവാചകന്മാർ വന്ന് കാര്യങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിട്ടും വീണ്ടും അവരിതൊന്നും ഉൾക്കൊള്ളാതെ അവർ ശീലിച്ചതും അവർ പഠിച്ചതും അവർ ഉൾപ്പെട്ടതുമായ കാര്യങ്ങൾ മാത്രം അതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരാളത് എന്താണ്? ശിക്ഷ മാത്രമാണ്. അത് പിന്നെ അവർ മനസ്സിലാക്കിക്കൊള്ളും എന്നാണ് അല്ലാഹു പറയുന്നത്. നിങ്ങൾ നോക്കി, നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മഴല്ല പറഞ്ഞിട്ട് ആകെ പ്രയാസം, മഴ പെയ്യുന്നില്ല, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കളിയാക്കി, അവരെ നമസ്കാരം വെച്ചവരെ കളിയാക്കി, ഇതൊന്നും ഇല്ലാത്തവര് ദൈവമില്ല മതമില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ കളിയാക്കി നാട്ടിലാകെ ചർച്ചയാണ്. ഇപ്പൊ അള്ളാഹ് എന്താ പറഞ്ഞത്? അള്ളാഹു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൈകളിലുള്ള വൈബിയായ അള്ളാഹ്ക്ക് മാത്രം അധികാരമുള്ള കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണെന്ത്? മഴ. അത് എപ്പോഴാ പെയ്യുക, എങ്ങനെ പെയ്യുക, എത്ര മഴ കിട്ടും, എത്ര ഗ്യാലൻ വെള്ളം കിട്ടും, എത്ര സെന്റിമീറ്റർ മഴ പെയ്യുമെന്ന് ആർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, വേറൊരാൾക്കും പറയാൻ കഴിയില്ല. ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയും അത് തന്നെയാണ്. ഇപ്പൊ നല്ല വെയിലിറക്കേണ്ട, നല്ല വെയിലിറക്കുന്ന നല്ല ചൂടുള്ള സ്ഥലത്ത് നല്ല പെരും മഴ പെയ്യണം. ഈ വയലും ഖത്തറിലും സൗദിയിലൊക്കെ പെരും മഴയാണ് അല്ലെ. നല്ല മഴ പെയ്യേണ്ട സ്ഥലത്ത് അവിടെയൊക്കെ ഉള്ള പോലെ അതേ ചൂട് ഇവിടെ പെയ്യണം. അത് നോക്കി, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ദിവസം ദുബായില് മകൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി അവിടെ അവധി പ്രഖ്യാപിച്ചു. അപ്പൊ അവധി പ്രഖ്യാപിച്ച് ഓഫീസിൽ വന്നു. എന്തിനാ വന്നതെന്ന് വെച്ചാൽ അവിടെ നല്ല പെരും മഴ കൊണ്ട് അവിടെ അവധി പ്രഖ്യാപിച്ചു. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പത്രം എടുത്ത് നോക്കിയാൽ പത്രത്തിൽ നമ്മുടെ നാട്ടില് അവധിയാണ്, കാരണം ഒരു ചൂടുകൊണ്ട്.
പെരും ചൂടുള്ള നമ്മുടെ നാട്ടിൽ അവധി കൊടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം പ്രൊഫഷണൽ കോളേജ് സ്ഥാപനങ്ങൾക്കടക്കം ഓഫീസുകൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ട്. നേരെ പിന്നെ നമുക്ക് ട്രോളാനൊക്കെ എളുപ്പമാണ്. പല ആൾക്കാരും പറയും ഇവിടുന്ന് ആൾക്കാരൊക്കെ ഈ മലയാളികളൊക്കെ അങ്ങോട്ട് ഗൾഫിൽ പോയപ്പോൾ അള്ളാഹു അത് കേരള വിചാരിച്ച് ഈ ഉത്തർപ്രദേശിലുള്ള ആൾക്കാർ അവിടെ ഈ മഹാരാഷ്ട്രയൊക്കെ ഭയങ്കര വെയിൽ ചൂടാണ്. ഓരോ കൂടി ബംഗാളിൽ കൂടി കിട്ടുന്നപ്പോൾ ഇത് അവിടെ ആ ചൂടുള്ള സ്ഥലം പഠിച്ചാൽ വിചാരിച്ച് അങ്ങനെ തെറ്റിദ്ധരിച്ചെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ടോ, ട്രോളനൊക്കെ ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സൂറത്തുൽ മുൽക്ക് നിങ്ങൾ ആലോചിച്ച് സൂറത്തുൽ മുൽക്ക് അള്ളാഹുവിന്റെ അധികാരം, അള്ളാഹുവിന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞ സൂറത്തിന്റെ തുടക്കം ഏതായത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ ആ സൂറത്ത് അവസാനിക്കുന്നത് എങ്ങനെ? അള്ളാഹുവിന്റെ അധികാരത്തെ കുറിച്ച് പറയുന്ന സൂറത്ത് അവസാനിക്കുന്നത് എങ്ങനെ? ഖുൽ ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങളുടെ കുടിവെള്ളം അള്ളാഹു എത്തിച്ചു കളഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളം അള്ളാഹു എടുത്തു കളഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് ഉറവ് ജലം, ആകാശത്തിറക്കുന്ന മഴവെള്ളം ഇറങ്ങിയിട്ട് ഈ ഭൂമിയുടെ അടിയിൽ ഉറവുണ്ടാകണം. ആ വെള്ളം ആര് കൊണ്ടുവന്ന് തരും? മയ്യെത്തിക്കും, മയ്യെത്തിക്കും. ആര് കൊണ്ടുവരും? ആ മയ്യെത്തിക്കും എന്ന ചോദ്യമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി പഠിക്കാൻ പോണ അടുത്ത ആയത്തിന്റെ തൊട്ടടുത്ത ചോദ്യം. അതാണ് അല്ലാഹു തആല ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. പക്ഷേ ഈ തോന്നിയ രൂപത്തിൽ ജീവിച്ചിട്ട് എന്താ അള്ളാഹു പറഞ്ഞത്? മഴ കിട്ടാൻ ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും, അല്ലേ? ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ആകാശത്തുനിന്ന് സമൃദ്ധമായ മഴ നിങ്ങൾക്ക് ഇറക്കി തരും. അപ്പൊ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നതിന്റെ അർത്ഥം എന്താ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാനല്ല, അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? തെറ്റ് ചെയ്യാതിരിക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ നബി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നബി ഇല്ല. നബി എത്ര വട്ടം പറയും ഇസ്തിഗ്ഫാർ ഒരു ദിവസം? ചുരുങ്ങിയത് 100 വട്ടം, അല്ലെ? അപ്പൊ തെറ്റ് ചെയ്തതിനു ശേഷം പറയേണ്ട സംഗതി മാത്രമാണ് ഇസ്തിഗ്ഫാർ. തെറ്റ് ചെയ്യാത്ത നബി 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാല് അതാണെന്ന് കരുതി വെക്കണ്ട. മനസ്സിലായില്ലേ? തെറ്റ് ചെയ്യാത്തൊരു സമൂഹം ഉണ്ടാകാനുള്ളതാണ്. തെറ്റുകൾ ഇസ്തിഗ്ഫാറിന് ആവശ്യം വരേണ്ട അവസ്ഥയില്ലാത്ത വിധം മനുഷ്യന്മാർ നന്നായാൽ മതി. അള്ളാഹു എന്ത് ചെയ്യും? ഇറക്കിത്തരും. ആകാശത്ത് മഴ ഇറക്കിത്തരും, വെള്ളം ഇറക്കിത്തരും, സമൃദ്ധമായ മഴ ഇറക്കിത്തരും. ഇന്ന് തിന്മകൾ വ്യാപകമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരി, അപ്പൊ ഇനി നമുക്ക് ഇതിൽ ഒരായത്ത് കൂടിയാണ് അവസാനം നോക്കാനുള്ളത്. ആ ആയത്ത് നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയും നമുക്ക് 40-ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാനുള്ളതാണ്. അത് 1193 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അല്ലെ? 1193 കഴിഞ്ഞ ക്ലാസ് അവസാനം പറഞ്ഞത്. ഇനി അതിൽ നമുക്ക് നോക്കാനുള്ളത് 121-ാമത്തെ ആയത്ത്. 11-121. സൂറത്തുൽ ഹൂദിലെ 121-ാമത്തെ ആയത്ത്. കണ്ടില്ലേ? وقل للذين لا يؤمنون اعملوا على مكانتكم إنا عاملون. നമ്മൾ പഠിക്കുന്ന എന്താണ്? قل يا قوم اعملوا على مكانتكم إني عامل فسوف. ഈ ആയത്ത് എന്താണ്? وقل للذين لا يؤمنون اعملوا على مكانتكم إني عامل. അപ്പൊ ഞാൻ ഇത്രയും സമയം പറഞ്ഞത് ശ്രദ്ധിക്കുക. ഞാൻ ഇതൊരു ഓർഡർ തന്നെ പറഞ്ഞത് വെറുതെ എങ്ങനെ പറഞ്ഞതല്ല. എന്താ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ ഒരു പ്ലാനിങ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ആയത്തിൽ കാണാൻ പോകണം. ഇപ്പൊ ഇത്രയും സമയം ഞാൻ പറഞ്ഞത് എന്താണോ ഈ ആയത്തിലേക്ക് കാണാം. തൊട്ട് നേരത്തെ ആയത്ത് വായിക്കാം. വക്കുല്ലൻ 120 മുതൽ വായിക്കാം. വക്കുല്ലൻ നഖുസ്സു അലൈക من أنباء الرسل
ശ്രദ്ധിക്കുക. നിനക്ക് നാം കഥയായി പറഞ്ഞു തന്നതല്ല മിൻ അംബാഇ റുസുലി, പ്രവാചകന്മാരുടെ വൃത്താന്തങ്ങളിൽ നിന്ന്, ദൈവദൂതന്മാരുടെ ചരിത്രത്തിൽ നിന്ന് നിനക്ക് നാം കഥയായി പറഞ്ഞു തന്നത് നിന്റെ ഹൃദയത്തിന് സബാത്ത് കിട്ടാൻ കാരണമാകുന്ന എന്തൊക്കെയുണ്ടോ അതാണ് നിനക്ക് നാം കഥയായി പറഞ്ഞു തന്നത്. പക്ഷേ പ്രവാചകന്മാരുടെ കഥയായി ഖുർആനിൽ പറഞ്ഞു തന്നതെല്ലാം നിന്റെ ഹൃദയത്തിന് സബാത്ത് ഈമാൻ ഉണ്ടാകലാണ്. ഈമാൻ നഷ്ടപ്പെടാതിരിക്കലാണ്, അത് ഉറച്ചു കിട്ടലാണ്, അതിന്റെ ഉറപ്പാണ്. അപ്പൊ നിനക്ക് പറഞ്ഞു തന്ന ഈ പ്രവാചകന്മാരുടെ കഥകളെല്ലാം നിന്റെ ഹൃദയത്തിൽ ഈമാൻ ഉറക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഈമാൻ ഉറക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ പ്രവാചകന്മാരുടെ കഥകളായി നിനക്ക് നാം പറഞ്ഞു തന്നത്. നിനക്ക് വരികയും ചെയ്തു ഈ സത്യം നിനക്ക് വന്നെത്തി. ഏതാണ് സത്യം? ഖുർആനാണ്. അതൊരു ഉപദേശമാണ്. ഈമാനുള്ളവർക്കുള്ള ഉത്ബോധനവുമാണ്. നീ പറയേ ഈമാനില്ലാത്തവരോട് പറ. ഇങ്ങനൊക്കെ പറഞ്ഞു തന്നു, ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആ പ്രവാചകന്മാരൊക്കെ ഓരോ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവർക്ക് തിരിച്ചറിവുണ്ടാകാൻ ആവശ്യമായ രൂപത്തിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ കഥകളെല്ലാം നിനക്ക് നാം പറഞ്ഞു തന്നു നബിയെ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഈമാൻ സബാത്താകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിൽ ഖുർആൻ സത്യമാണ്, ഇത് ഉത്ബോധനമാണ്, ഈമാനുള്ളവർക്കുള്ള ഉപദേശമാണ്. എന്നിട്ടും ഇത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ പറയാ ആരോട്? ലില്ലദീന ലാ യുഅ്മിനൂന, ഈമാനില്ലാത്തവരോട് പറയാ നിങ്ങളെ നിലപാടനുസരിച്ച് പ്രവർത്തിച്ചോളി. നമ്മളോ തീർച്ചയായും ഞങ്ങളും പ്രവർത്തിക്കും. കാത്തിരുന്നോളൂ. തീർച്ചയായും ഞങ്ങളും കാത്തിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ മഴ അടക്കമുള്ള കാര്യങ്ങൾ. മഴ ഉൾപ്പെടെയുള്ള വൈബാണ്. ഭൂമിയിലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലാഹുവിന്റേതാണ്. എല്ലാ കാര്യങ്ങളും അവരുടെ അടുക്കിലേക്ക് മടക്കപ്പെടാം. എല്ലാ കാര്യങ്ങളും ആരുടെ അടുക്കിലേക്ക് മടക്കപ്പെടും? അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടക്കപ്പെടും. അതുകൊണ്ട് അവരെ മാത്രം ആരാധിക്കുക. 38ാമത്തെ ആയത്തിന്റെ ആശയം എന്താ? 38ാമത്തെ ആയത്തിന്റെ ആശയം എന്താ? 38ാമത്തെ നമ്മൾ പഠിച്ച സുമറിലെ ആയത്തിന്റെ ആശയം എന്താണ്? അള്ളാഹെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. വേണ്ട, അതിന്റെ അവസാനം എന്താ പറഞ്ഞത്? ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കൽ. ഇവിടെ വായിക്കി ഫഅബ്ദു വതവക്കൽ അലൈഹി. കണ്ടാ, ഫഅബ്ദു തദബ്ബുർ, ഇത് ഒഴിഞ്ഞിരുന്ന് പഠിക്കണം. അപ്പോൾ നമ്മളെ തലയിൽ കയറുള്ളൂ. ഫഅബ്ദു, നീ അവരെ മാത്രം ആരാധിക്കണം. ആ സംഭവമാണ് നേരെ പറഞ്ഞത് മുഴുവനും. എന്നിട്ട് അന്ന് അവസാനം എനിക്ക് അള്ള മതി എന്ന് ഹസ്ബി അല്ലാഹ് പറഞ്ഞിട്ട് അല്ല പറഞ്ഞത് വഅലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. അതിന്റെ കൽപ്പനയാണ് വതവക്കൽ അലൈഹി, നീ അവന്റെ പേരിൽ തവക്കുൽ ചെയ്യുക. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചും ഒരിക്കലും അശ്രദ്ധനല്ല. റബ്ബ് അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൗമ കണ്ട പൂർണ്ണ നോക്കുന്നുണ്ട്. എവിടെയൊക്കെ അവർ നിയന്ത്രണമില്ലാതെ പോകുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പഠിച്ചവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ആയത്തിന്റെ, നമ്മൾ ഇത്രയും പഠിച്ച ആയത്തിന്റെ ആശയമാണ് തദ്ബുറാണ് ഈ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തൊട്ടടുത്ത ആയത്ത്, അതിന്റെ പാരായണവും അതിന്റെ മനപ്പാടവും അതിന്റെ വാക്കർത്ഥങ്ങളും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്ന് തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുകൊടുക്കുന്നവരാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമ് യഥാവിധി പഠിച്ച് മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവന്റെ കലാമ് പഠിക്കുന്നവർക്കുള്ള ഉന്നതമായ പദവിയും സ്ഥാനവും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ അല്ലാഹുവിന്റെ കലാമിന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് ഇത് തദബ്ബുർ ചെയ്ത് പഠിക്കാനുള്ള ഈ ഒരു മനസ്സും ഈ ഈമാനും തഖ്വയും അല്ലാഹു മരണം വരെ നമുക്ക് എല്ലാവർക്കും നിലനിർത്തി തരുമാറാവട്ടെ. ربنا تقبل منا انك انت
أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. إن شاء الله ഇനി സാധാരണ പോലെ 3 ക്ലാസ്സുകൾ കൂടിയുണ്ട്. പരമാവധി ആ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.